ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ചിക്കൻ ലെഗ് തവ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ? നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. 4 പീസ് ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്നത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത്, പിന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വേണമെങ്കിലും നമ്മൾ തയ്യാറാക്കുമ്പോൾ ചേർക്കാം കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് പുരട്ടി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. നമ്മുടെ ആ പൊടിയൊക്കെ നല്ലതുപോലെ നമ്മുടെ ചിക്കൻ ലെഗ് പീസ് കട്ട് ചെയ്തിരിക്കുന്ന നമ്മൾ വരഞ്ഞെടുത്തിരിക്കുന്നില്ല, അതിൻ്റെ ഇടയ്ക്കോട്ടൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിപ്പിച്ചിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തളിച്ച് നമുക്ക് വേണമെങ്കിൽ പുരട്ടിയെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം. പിന്നെ അതൊന്ന് പുരട്ടി ഒരു അരമണിക്കൂർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു കറക്റ്റ് ആ അരപ്പക്കാനത്തോട്ട് പിടിക്കത്തുള്ളൂ. ഇതൊരു അരമണിക്കൂർ ഞാനിവിടെ മാറ്റി വയ്ക്കുവാണേ. ഇനി നമുക്ക് ഒരു തവ വയ്ക്കാം കേട്ടോ. തവ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തവ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ദോശക്കല്ലുണ്ടെങ്കിലും മതി കേട്ടോ. ദോശക്കല്ല് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ അല്ലാത്തൊരു പാനാണെങ്കിലും എടുത്താൽ മതി. അപ്പോൾ അതിനകത്തേക്ക് ഞാനിപ്പോൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെണ്ണ ചേർത്ത് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ലെഗ് പീസ് അതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ അടച്ച് വെക്കുന്നതിന് മുന്നേ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പം ഞാനിപ്പോൾ ആ പുരട്ടി വെച്ചിരിക്കുന്ന മസാലയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അതിനുശേഷം ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് ഇട്ടിട്ട് 2 സൈഡും മുരിച്ചെടുക്കാം കേട്ടോ. അപ്പം ഒരുപാട് തീയിൽ വെച്ചിട്ട് നിങ്ങളിത് ചെയ്യരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ലെഗ് പീസാണ്, കുറച്ച് ഉള്ളിലോട്ടൊക്കെ വേകാൻ കുറച്ച് താമസം എടുക്കും. അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് എടുക്കാം കേട്ടോ. കാരണം അതുകൊണ്ടാണ് ഞാൻ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമ്മളിത് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ചിക്കൻ വെന്തതിന് ശേഷം മാത്രമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സവാള നീളത്തിലെരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, നിങ്ങൾക്ക് പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇട്ടതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് ഒതുക്കി വെക്കാം. ഒതുക്കി വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ ഒന്ന് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് എടുത്താൽ മതി. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ സവാളയൊക്കെ സോഫ്റ്റ് ആവും. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വരും കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും പുറത്തൊന്നും പോകാതെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ച തവയിലിട്ട് തന്നെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആ മസാലയൊക്കെ അതിനകത്ത് നമ്മുടെ ഇട്ടിരിക്കുന്ന സവാളയിലും തക്കാളിയിലും ഒക്കെ നല്ലതുപോലെ പിടിച്ച് വരും. അതുവരെ നമ്മൾ അതൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് എടുക്കണം കേട്ടോ. ഇച്ചിരി പാടാണ്, പക്ഷേ അതിൻ്റെ ലാസ്റ്റ് കിട്ടുന്ന ആ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഇടയ്ക്ക് നിന്നൊക്കെ താഴെ വീഴുന്ന സൈഡിലോട്ടൊക്കെ പോകുന്നതൊക്കെ എടുത്ത് നമ്മുടെ ചിക്കൻ്റെ പക്കത്തോട്ട് വെച്ചിട്ട് വീണ്ടും അടച്ച് വയ്ക്കാം. അങ്ങനെ അടച്ച് വെച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടാണ് നമ്മൾ ഈ തവ ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. ഇത് സാധാരണ നമ്മുടെ ലെഗ് പീസ് അല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും പാടുണ്ടാവത്തില്ല. പക്ഷേ ലെഗ് പീസ് ആകുമ്പോൾ കുറച്ച് പാടാണ്. കാരണം അത് വെന്ത് വരാനും അതിനകത്തേക്കൊക്കെ പിടിച്ച് കിട്ടാനും കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി, തക്കാളിയൊക്കെ നല്ലപോലെ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് അതിനകത്തേക്ക് ഇറക്കുന്നതിന് മുന്നിലായിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇടുവാണ് കേട്ടോ. നമ്മൾ ആ ഇട്ട് കൊടുത്ത ഗരം മസാലയും കുരുമുളക് പൊടിയും ഒന്ന് അതിനകത്ത് പിടിക്കാൻ വേണ്ടിയാണ്. ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർക്കുന്നുണ്ട്. 1/2 നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ലെഗ് തവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അതിനകത്ത് ഒന്നും വേറെ പണിയില്ല. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലെഗ് തവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.